ഹലോ ഫ്രണ്ട്സ്, പത്രമാറ്റിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ കഥ ഇങ്ങനെയാണ്. ആദർശിനെ കരണത്തടിച്ച് ആദർശിനെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ദേവയാനിയുടെ അടുത്തോട്ട് നയന വരുന്നുണ്ട്. എന്നിട്ട് ചോദിക്കും, അമ്മേ എന്താ ഈ കാണിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ, എൻ്റെ മോളെ ഇതെല്ലാം അറിഞ്ഞിട്ട് നീ ഇത് മറച്ചു വെച്ചോ? അന്നേരം നീ എന്നോട് പറയണ്ടായിരുന്നോ? അല്ലെങ്കിൽ ഇവൻ്റെ 2 കരണം അടിച്ച് പൊട്ടിക്കണ്ടായിരുന്നോ? അത്രയും വലിയ തെറ്റല്ലേ ഇവൻ ചെയ്തത് എന്നൊക്കെ ചോദിക്കുമ്പോൾ, അമ്മേ ആദർശേട്ടൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ, ആദർശേട്ടൻ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ ആ കുട്ടി ആരുടേതാണ് എന്ന് ചോദിക്കും. എന്നിട്ട് പിന്നെ ആദർശൻ്റെ കോളറിലൊക്കെ കയറി പിടിച്ച് ആദർശനോട് ചോദിക്കുന്നുണ്ട്, ഞാൻ നിന്നെ വളർത്തിയത് അങ്ങനെയാണോടാ എന്ന്. എന്നിട്ട് നീ ഇങ്ങനെയായി പോയല്ലോ. ആദ്യമായിട്ട് ഞാൻ നിന്നെ വെറുക്കുവാണ്. അത് വേറെ ഒന്നും കൊണ്ടല്ല, ഈ മോളെ, അതായത് നയനെ അത്രത്തോളം ഞാൻ സ്നേഹിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് കുറേ അങ്ങ് പറയും. അതിനിടയ്ക്ക് ആദർശ് പറയുന്നുണ്ട്, അമ്മേ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ, തെറ്റ് ചെയ്തില്ലെങ്കിൽ ആ കുട്ടി ആരുടെയാടാ എന്നാണ് ദേവയാനി ചോദിക്കുന്നത്. അന്നേരം നയന് പറയുന്നുണ്ട്, ആ കുട്ടിയുടെ കാര്യത്തിൽ ഇതുവരെ തീരുമാനമൊന്നും ആയില്ല, ഞങ്ങൾ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ, ഓ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണോ, എന്നിട്ട് വേണം ഇനി തെളിവെടുപ്പ് നടത്താൻ എന്നൊക്കെ ചോദിക്കും. എന്നിട്ട് നയനയോട് പറയുന്നുണ്ട്, ഇതറിഞ്ഞപ്പോഴേ നീ ഇവൻ്റെ കരണം തീർത്തെണ്ണം കൊടുക്കണമായിരുന്നു, എന്നിട്ട് കേസ് കൊടുക്കണമായിരുന്നു, കോടതിയിൽ വന്ന് ഞാൻ സാക്ഷി പറഞ്ഞേനെ ഇവനെതിരെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് കുറേ ചീത്ത പറയുന്നുണ്ട് ദേവയാനി. ഇതെല്ലാം കഴിഞ്ഞിട്ട് പറയുന്നുണ്ട്, നിൻ്റെ അമ്മയായ എനിക്ക് ഇതൊന്നും അംഗീകരിക്കാനായിട്ട് കഴിയില്ല, അതുകൊണ്ട് തന്നെ എനിക്കിത് സഹിക്കാനും പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ദേവേനെ അങ്ങോട്ട് പോവാട്ടോ. പോകുമ്പോൾ ഇതെല്ലാം കണ്ടുകൊണ്ട് ചന്തുമോൾ അവിടെ നിൽപ്പുണ്ടായിരുന്നു. ഇത്രയും ദിവസം ഉമ്മയും കൊടുത്ത ഒക്കത്തെടുത്തുകൊണ്ട് വെച്ചുകൊണ്ടിരുന്ന ദേവയാനി മോളെ നോക്കി ദഹിപ്പിച്ചിട്ടാണ് അങ്ങോട്ട് പോകുന്നത്. അപ്പോഴേക്കും ചന്തുമോൾക്ക് ആകെ അങ്ങ് പേടിയാകുവേ. നയന ഓടിപ്പോയ മോളെ എടുക്കുവാട്ടോ. എന്നിട്ട് ആദർശിനോട് പറയുന്നുണ്ട്, ആദർശേട്ടാ മോൾക്ക് ആകെ വിഷമായിട്ടോ എന്നിങ്ങനെ പറയുക. അന്നേരം ആദർശ് ചോദിക്കും, നിനക്ക് മോളുടെ വിഷമം മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ എന്ന്. എൻ്റെ വിഷമം കാണാൻ പറ്റുന്നില്ല എന്ന് ചോദിച്ചിട്ട് പറയുവാണ്, ഈ ടെൻഷനിൽ നിന്ന് എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടണം, ഞാൻ നിരപരാധിയാണ് എന്നുള്ള കാര്യം അമ്മയെങ്കിലും അറിയണം, അല്ലെങ്കിൽ ശരിയാകില്ല എന്ന് പറഞ്ഞ് ആദർശ് ഇങ്ങനെ പോവാണ് കേട്ടോ. പിന്നെ കാണിക്കുന്നത് നമ്മുടെ മുത്തശ്ശനും മുത്തശ്ശിയും ഇങ്ങനെ ഗുളികയൊക്കെ കഴിച്ച് വർത്താനമൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ദേവയാനി ചെല്ലും. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ആ എന്നോട്ടാണ് അച്ഛൻ്റെ സ്വഭാവത്തിന് മാറ്റം വരുത്തി തുടങ്ങിയത്? അച്ഛൻ ഒരുപാട് സ്നേഹിക്കുന്ന കൊച്ചുമോൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മൂടി വെക്കുകയാണോ ചെയ്യേണ്ടത്? ഇത്ര കാലത്തിനിടയ്ക്ക് അച്ഛൻ നുണ പറയുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അങ്ങ് പറയുക. അന്നേരം മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, എന്താ മോളെ, എന്താ സംഭവം, എനിക്കൊന്നും മനസ്സിലായില്ല എന്ന് പറയുമ്പോൾ, അമ്മയൊന്നും അറിഞ്ഞില്ലായിരുന്നോ എന്നിങ്ങനെ ചോദിക്കും. അന്നേരം ഇല്ല, നീ എന്താ പറയാൻ ഉദ്ദേശിച്ചത് എന്ന് ചോദിക്കുകയാണ്. അന്നേരം ദേവയാനി പറയുന്നു, അമ്മ അറിഞ്ഞില്ലേ, ഇവിടെ അച്ഛൻ ഒരു പെൺകൊച്ചിനെ കൊണ്ടുവന്നില്ലേ, ആ ചന്തുമോള്, അതിൻ്റെ യഥാർത്ഥ അച്ഛൻ ആദർശാണ്, ആദർശിൻ്റെ മകളാണ് ആ കുട്ടി എന്ന് പറയുമ്പോഴേക്കും മുത്തശ്ശി ആകെ അങ്ങ് ഞെട്ടി ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ മുത്തശ്ശി ചോദിക്കുകയാണ് മുത്തശ്ശനോടായിട്ട്, ആണോ ശരിക്കും ആദർശോ ആ കുട്ടിയും തമ്മിൽ അങ്ങനെ ഒരു ബന്ധമുണ്ടോ? ആദർശിൻ്റെ കുട്ടിയാണോ അത് എന്ന് ചോദിക്കുമ്പോൾ മുത്തശ്ശൻ അല്ല എന്ന് പറയും. അന്നേരം ദേവയാനി പിന്നെയും പറയുകയാണ്, അച്ഛൻ വീണ്ടും നുണ പറയുകയാണ്, അവൻ്റെ കുട്ടി അല്ലെങ്കിൽ ആ കുട്ടിയുടെ അച്ഛൻ ആരാണെന്ന് ചോദിക്കും. അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട്, നീ വളർത്തിയ നിൻ്റെ മകൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്യുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം ദേവയാനി പറയും, അങ്ങനെ തെറ്റ് ചെയ്തില്ല എങ്കിൽ എന്തുകൊണ്ടാണ് നയന ചന്തുമോൾ ആദർശിൻ്റെതാണ് എന്ന് എന്നോട് ഇങ്ങനെ പറഞ്ഞത്? അവനും ഇത് സമ്മതിച്ചല്ലോ എന്നിങ്ങനെ പറയുക. ഈ നടന്ന സംഭാഷണത്തിനിടയ്ക്ക് ഒന്നോ രണ്ടോ ഇതൊന്നും സമ്മതിച്ചിട്ടില്ല. പിന്നെ എന്താ ദേവയാനി അങ്ങനെ ഒരു ഡയലോഗ് അവിടെ പറഞ്ഞത് എന്ന് അറിയില്ല. അതുപോലെ തന്നെ ആദർശിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴും പറയുന്നുണ്ട്, ചന്തുമോൾ നിൻ്റെ അല്ല എന്ന് നിനക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയാത്തിടത്തോളം കാലം ഞാൻ ഇത് ഒരിക്കലും സഹിക്കുകയില്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. അതിനിടയ്ക്ക് ആദർശ് പറയുന്നുണ്ട്, ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല അമ്മ എന്ന് പറയുന്നുണ്ട്. ഏതായാലും അതിനിടയ്ക്ക് അപ്പുറത്ത് ദേവയാനി ഇങ്ങനെ പറയുന്നുണ്ട്, അവൻ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തു, എനിക്ക് അവനോട് ആദ്യമായിട്ട് വെറുപ്പ് തോന്നി, അതിന് കാരണം ഇതിനെ ഒരുപാട് സ്നേഹിക്കുന്നത് കൊണ്ടാണ്, ആ പെൺകുട്ടിയാണ് അവൻ ചതിച്ചത്, എന്നെയല്ല എന്നൊക്കെ ഇങ്ങനെ കുറേ പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് അപ്പുറത്തേക്ക് ഇങ്ങനെ പോകുന്നതിന് മുമ്പ് പറയുന്നുണ്ട് കേട്ടോ, ആ കുട്ടി ഞാൻ ഇത്രയും ദിവസം നല്ല രീതിയിൽ സ്നേഹിച്ചു, പക്ഷേ ഇനി ഒരിക്കലും എനിക്ക് ആ കുട്ടിയെ ആ കണ്ണോട് കൂടി കാണാൻ പറ്റത്തില്ല, ആദർശനോടുള്ള എല്ലാ വെറുപ്പും ഞാൻ ആ കുട്ടിയോടും കാണിക്കുക എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ദേവയാനി അങ്ങോട്ട് പോയി കഴിയുമ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, ഇതൊക്കെ എന്തായി സംഭവിക്കുന്നത്, ഇതിനകത്ത് സത്യാവസ്ഥ എന്താ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ മുത്തശ്ശൻ ചോദിക്കും മുത്തശ്ശിയോട്, ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ, അല്ലെങ്കിൽ എന്നെ അവിശ്വസിക്കണമെന്ന് തനിക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറയും. മുത്തശ്ശിക്ക് എന്തായാലും മുത്തശ്ശനെ വിശ്വാസമാണ് കേട്ടോ.
പിന്നെ കാണിക്കുന്നത് നയനയാണ്. നയന മോളെയാണെങ്കിൽ ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. മോൾക്ക് ഭയങ്കര സങ്കടം. ദേവാനി അത്ര നേരം കൊഞ്ചിച്ചിട്ട് പെട്ടെന്ന് ദേഷ്യപ്പെട്ടപ്പോൾ അതിൻ്റെ സങ്കടമാണ് മോൾക്ക്. അന്നേരം ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് റൂമിലേക്ക് ആദർശ് വരും. അന്നേരം പറയുക, മോൾക്ക് ആകെ വിഷമമായി ആദർശേട്ട, മോൾക്ക് അമ്മയെ കാണണമെന്നാണ് പറയുന്നത് എന്ന് പറയുമ്പോൾ ആദർശ് പറയും, അങ്ങനെയാണെങ്കിൽ അമ്മയെ കൊണ്ട് കാണിക്ക്, എന്നിട്ട് അവിടെ കൊണ്ട് നിർത്തിയാലും കുഴപ്പമൊന്നുമില്ല എന്ന് പറയും. ആദർശിന് ആകെ വിഷമമാണ്. എന്തായാലും നയന മോളെ ആശ്വസിപ്പിക്കുന്നുണ്ട്, എന്നിട്ട് കെട്ടിപ്പിടിക്കുന്നു, ഉമ്മ കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെയൊക്കെ ചേർത്ത് നിർത്തുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് അബിയാണ്. അബിയുടെ അടുത്തേക്ക് നമ്മുടെ ജലജ വരും. എന്നിട്ട് ചോദിക്കും, ഇത്രയും നല്ലൊരു സന്തോഷ വാർത്ത നിൻ്റെ മനസ്സിലിരുന്നിട്ട് നീ തുറന്ന് പറഞ്ഞില്ലല്ലോടാ, എന്നെ ഒന്ന് സന്തോഷിപ്പിക്കാൻ വിട്ടില്ലല്ലോ എന്നിങ്ങനെ പറയുക. അന്നേരം അബി പറയുന്നുണ്ട്, അമ്മയുടെ വാ പോയ കോടാലി പോലെയാണ്, അതുകൊണ്ട് അമ്മയോടൊന്നും ഞാൻ തുറന്ന് പറയാതിരുന്നത്. ഞാൻ ഇത് വെച്ച് ആദർശേട്ടനെ ബ്ലാക്ക് മെയിൽ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, കുറച്ച് പൈസ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്താണ് അവർ വന്ന് ഇതെല്ലാം പൊട്ടിച്ചത്. ഏതായാലും ഇങ്ങനെയൊക്കെ സംഭവിച്ചത് നന്നായി എന്നൊക്കെ പറയുക. അന്നേരം ജലജ പറയുക, ഈ സംഭവമൊക്കെ അറിഞ്ഞിട്ട് നിൻ്റെ മുത്തശ്ശൻ ഇതെങ്ങനെ അംഗീകരിച്ചു എന്നാണ് എനിക്ക് മനസ്സിലാകാത്തത് എന്ന് പറയുമ്പോൾ അബി പറയുന്നുണ്ട്, ഞാനെങ്ങാനും ആയിരുന്നു ഇത് ചെയ്തതെങ്കിൽ എന്നെ ആ കുട്ടീനെ അയാൾ ഇവിടുന്ന് അടിച്ച് പുറത്താക്കിയേനെ. അതിന് കാരണമുണ്ട്, അമ്മയെ ദത്തെടുത്തതല്ലേ, അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്താലും ദത്തുപുത്രൻ ചെയ്യുന്നത് ആയതുകൊണ്ട് അതിന് വലിയ പ്രാധാന്യമുണ്ട്. അങ്ങേരെ സ്വന്തം കൊച്ചുമോൻ ചെയ്തപ്പോൾ അതെല്ലാം ഒതുക്കി വെച്ച് ഇപ്പോൾ ഭയങ്കര സ്നേഹമാണ് കൊച്ചുമോനോട് എന്നൊക്കെ ഇങ്ങനെ പറയുക. അന്നേരം ജലജ പറയുന്നുണ്ട്, ഏതായാലും ഇത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഈ സംഭവമൊക്കെ നവ്യ അറിഞ്ഞു എന്ന് ചോദിക്കും. അന്നേരം അവൾ ഇതുവരെ അറിഞ്ഞിട്ടില്ല, ഇനി പറയണേ എന്ന് പറയുമ്പോൾ ആ കനകയോടും ഗോവിന്ദനോടും ഒക്കെ പറ, ആദർശിനെ പൊക്കി വെച്ചുകൊണ്ട് നടക്കുകയില്ലായിരുന്നു ഇത്രയും കാലം, ഇനി അവരൊക്കെ പൊട്ടിക്കരയുന്ന എനിക്കൊന്ന് കാണണേ എന്ന് പറയുമ്പോൾ അബി പറയുന്നുണ്ട്, അങ്ങനെ പെട്ടെന്ന് ഇതൊന്നും പറയണ്ട, അതിനൊരവസരം വരും, ആ സമയത്ത് പറഞ്ഞാൽ മതി എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് പറയുക, ഞാനിപ്പോൾ നവ്യയെ കാണാൻ പോകുന്നുണ്ട്, അവളോട് ഈ കാര്യം പറയാം എന്ന് പറഞ്ഞിട്ടാട്ടോ അബി അവിടുന്ന് പോരുന്നത്. ഏതായാലും അബി നവ്യയെ കാണാനായിട്ട് വരികയാണ്. അന്നേരം ഗോവിന്ദൻ അവിടെ എന്നത്തെ പോലെ ഇങ്ങനെ പെയിൻ്റ് അടിച്ചുകൊണ്ടിരിപ്പുണ്ട്. അപ്പോൾ ഗോവിന്ദൻ അബിയോട് ചോദിക്കുക, എന്തൊക്കെയുണ്ട് മോനെ വിശേഷം എന്നൊക്കെ ചോദിക്കുകയാണ്, ആദർശ് മോൻ എന്തെങ്കിലും ടെൻഷൻ ഉണ്ടോ? അവനെ ഫോൺ വിളിച്ചപ്പോൾ എനിക്ക് അങ്ങനെ തോന്നി എന്ന് പറയുമ്പോൾ ടെൻഷനൊന്നും ഇല്ല എന്ന് പറയും. അന്നേരം അങ്ങോട്ടേക്ക് കനകയും വരും. കനകയും ചോദിക്കുന്നുണ്ട്, എന്തെങ്കിലും ടെൻഷൻ ഉണ്ടോയെന്ന്. എന്നിട്ട് പറയുവാണ്, അബിക്കും നവിക്കും കുഞ്ഞുണ്ടായല്ലോ, അവർക്കൊരു കുഞ്ഞില്ലല്ലോ, അതിൻ്റെ നിരാശയായിരിക്കും ആദർശന് എന്ന്. അന്നേരം അബി പറയുന്നുണ്ട്, നിരാശയൊക്കെ ഏട്ടനിപ്പോൾ പയ്യെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് എന്നിങ്ങനെ പറയുവാണ്. അന്നേരം ഗോവിന്ദൻ ചോദിക്കും, അതെന്താ അങ്ങനെ പറഞ്ഞത്, അവരേതെങ്കിലും നല്ല ഡോക്ടറെ പോയി കണ്ടോയെന്ന്. അന്നേരം അബി പറയുന്നുണ്ട്, വല്യമ്മയുടെ പരിചയത്തിലുള്ള ഏതോ ഡോക്ടറെയാണ് കാണുന്നത് എന്ന് പറയുകയാണ്. അന്നേരം ഗോവിന്ദൻ, എങ്കിൽ നല്ല ഡോക്ടറായിരിക്കും, അതുകൊണ്ടായിരിക്കും നല്ല റിസൾട്ട് വരും, അല്ലെങ്കിൽ ആ സങ്കടം ആദർശ് മോൻ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞത് അല്ലേ എന്ന് ചോദിക്കുമ്പോൾ ആയിരിക്കും എന്ന് പറയും. എന്നിട്ട് അതിനിടയ്ക്ക് നമ്മുടെ കനക ചോദിക്കും, ഇനിയിപ്പോൾ നയനമോൾക്ക് എന്തെങ്കിലും വിശേഷമുണ്ടോ എന്ന് ഞാൻ ചോദിക്കുന്നത്, മോൾക്കൊരു വിശേഷം ഉണ്ടെങ്കിൽ അത് അഭിയാണോ ആദ്യം പറയുന്നത്, ഇവരെ വിളിച്ച് പറയൂലേ. ഏതായാലും അതിന് തക്കതായ രീതിയിലുള്ള ഡയലോഗ് ഗോവിന്ദനും ചോദിക്കുന്നുണ്ട്. അങ്ങനെ വിശേഷമുണ്ടെങ്കിൽ നിന്നെ ആദ്യം അറിയിക്കേണ്ടത്, മോൾ നിന്നെ വിളിച്ച് പറയില്ലേ? അത് ശരിയാണ്. ഏതായാലും അബി, ഞാൻ നവ്യെ കാണട്ടെ എന്ന് പറഞ്ഞ് അകത്തേക്ക് പോകുന്നു. അകത്തേക്ക് ചെല്ലുമ്പോഴേക്കും നവ്യാണെങ്കിൽ മോനെ ഇങ്ങനെ ഉറക്കിക്കൊണ്ടിരിക്കുകയാണ്. നവ്യ ഇങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞിട്ട് പറയുകയാണ്, എടി, ഞാൻ അങ്ങോട്ട് കയറി വരുന്ന സമയത്ത് ആദർശന് എന്തെങ്കിലും ടെൻഷനുണ്ടോ എന്ന് നിൻ്റെ അച്ഛൻ എന്നോട് ചോദിച്ചായിരുന്നു, അതിന് കാരണമുണ്ട് കേട്ടോ എന്ന് പറയും. എന്ത് കാരണമാണ് എന്ന് ചോദിക്കുമ്പോൾ അബി പറയുവാണ്, ഇത്രയും നാൾ ഞാനായിരുന്നു ആ വീട്ടിൽ ഏറ്റവും ചീത്ത, എന്നെ കുറ്റപ്പെടുത്തുന്നവരെ അവിടെ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷേ എന്നേക്കാൾ വലിയ തെറ്റുകാരൻ അവിടെ ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ അബി ചോദിക്കും, നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്, എനിക്ക് മനസ്സിലായില്ല എന്ന് പറയുമ്പോൾ, നിന്നോട് ഞാൻ പറഞ്ഞില്ലായിരുന്നു 5 വയസ്സായ ഒരു പെൺകൊച്ച് അവിടെ ഉണ്ടെന്ന്, ആ പെൺകൊച്ച് അനന്തപുരിയിലെ ഒരു അംഗം തന്നെയാണ് എന്ന് പറയുമ്പോൾ നവ്യ പറയുന്നുണ്ട്, അത് മുത്തശ്ശൻ ഏറ്റെടുത്തപ്പോൾ അത് അങ്ങനെ ആയല്ലോ, അതിനിപ്പോൾ എന്താ പറയാതിരിക്കുന്നത് എന്ന് ചോദിക്കും. അന്നേരം അബി പിന്നെയും പറയുകയാണ്, അങ്ങനെയല്ലേടി, ആ പെൺകൊച്ച് ആ വീട്ടിൽ ഒരാളുടെ ചോരയാണ് എന്ന് പറയുമ്പോൾ, ചോരയാണെന്നോ, നീ എന്തായി പറഞ്ഞത്, നിന്റെ വല്ലതാണോ എന്ന് ചോദിക്കും. അബി പെട്ടെന്ന്, നിന്റെ കാരണത്തിന് ഞാൻ ഒരെണ്ണം തരും കേട്ടോ, ഞാനൊന്നുമല്ല, ആദർശിൻ്റെ ആണ് കുട്ടി അതെന്ന് പറയുമ്പോഴേക്കും പെട്ടെന്ന് നവ്യ എനിക്കങ്ങ് വിശ്വസിക്കാനായിട്ട് പറ്റുന്നില്ലേ. ആദർശേട്ടൻ അങ്ങനെ ഒന്നും ചെയ്യില്ല എന്ന് പറയുമ്പോൾ, എന്നാ ചെയ്തു, അങ്ങനെ ഒരു തെറ്റ് ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് ആ കുട്ടി ഇപ്പോൾ അതിൻ്റെ അമ്മയെ ആദർശം വഞ്ചിച്ചതാണ് എന്നൊക്കെ പറയുമ്പോൾ നവിക്ക് വിശ്വാസം വരുന്നില്ലേ. അന്നേരം അഭി പറയുന്നുണ്ട്, 5 വയസ്സുണ്ട് ആ കുട്ടിക്ക്, അതായത് നിൻ്റെ അനിയത്തിനെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് അങ്ങനെ
ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും നവിക്ക് വിശ്വസിക്കാനായിട്ട് പറ്റുന്നില്ലേ. നേരെ നവി ചോദിക്കും, ശരിക്കും അങ്ങനെയാണെങ്കിൽ ആദർശേട്ടൻ വഞ്ചിക്കേണ്ടത് എന്നെ അല്ലായിരുന്നോ, ഞാനല്ലായിരുന്നോ ഈ ഒരു സ്ഥാനത്ത് നിൽക്കേണ്ടി വരുമായിരുന്നത് എന്നൊക്കെ പറയുമ്പോൾ അഭി പറയുക, ഇപ്പോൾ നിനക്ക് തോന്നുന്നില്ലേ നിങ്ങളുടെ ഇടയിലേക്ക് ഞാൻ വന്നത് നന്നായി എന്ന്, നിന്നെ ഞാൻ പ്രേമിച്ചതുകൊണ്ട് നിനക്ക് അങ്ങനെ മറ്റൊരു സ്ത്രീയിൽ അയാൾക്കുണ്ടായ കുട്ടിയെ ഇങ്ങനെ വളർത്തേണ്ടി വന്നില്ലല്ലോ എന്നൊക്കെ പറയുവാണ്. അന്നേരം നവ്യയ്ക്ക് സംശയം. നവ്യ ചോദിക്കുകയാണ്, അങ്ങനെ ഒരു തെറ്റ് ആദർശേട്ടൻ ചെയ്തിട്ടുണ്ടെങ്കിൽ മുത്തശ്ശൻ അത് അംഗീകരിക്കുമോ? മുത്തശ്ശൻ അത് അംഗീകരിച്ച് ആ കുട്ടിയെ വീട്ടിലോട്ട് കൊണ്ടുവരുമോ? ആദർശേട്ടനെ ആ വീട്ടിൽ നിർത്തുമോ? അതുപോലെ തന്നെ ഓഫീസിൽ MD സ്ഥാനമൊക്കെ തന്നെ വീണ്ടും ഇങ്ങനെ കൊടുത്തിങ്ങനെ ഇരുത്തുമോ? അതൊക്കെ എന്താ അങ്ങനെ തന്നെ പോകുന്നത്? മുത്തശ്ശനൊന്നും പറയുന്നില്ല എന്നൊക്കെ ചോദിക്കുമ്പോൾ അടുത്ത നുണ പറയാനുള്ള തയ്യാറെടുപ്പിൽ നിൽക്കുന്ന അഭിയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഓക്കെ, ബൈ ബൈ.